ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ റിഫ്ലെക്സിവിറ്റി എന്താണെന്ന് കാണുകയാണ്. ദാറ്റ് ഇസ് എ നോർമൽ സ്പേസ് എക്സ് ഈസ് ടു ബി റിഫ്ലെക്സീവ് ഇഫ് റേഞ്ച് ഓഫ് സി ഈസ് ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ്. ദാറ്റ് ഈസ് corresponding canonical mapping C from x to x double dash is an onto mapping. The canonical mapping is onto, then this normal space x is to be reflexive space. Okay. Then നമ്മൾ കണ്ടു, if a normal space x is reflexive, it is complete Banach space ആയിരിക്കും. റിഫ്ലെക്സീവ് സ്പേസുകൾ കംപ്ലീറ്റ് ആയിരിക്കും, Banach space ആയിരിക്കും. ദെൻ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ നോർമൽ സ്പേസ് ആണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കും. നമ്മൾ കണ്ടതാണ്, ഫൈനൈറ്റ് ഡയമെൻഷണൽ നോർമൽ സ്പേസുകൾ റിഫ്ലെക്സീവ് ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നത്. റിഫ്ലെക്സീവ് സ്പേസ് എന്താണെന്ന് കണ്ടു. സോ നെക്സ്റ്റ് വി കൺസിഡർ ദ റിഫ്ലെക്സിവിറ്റി ഓർ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി, റിഫ്ലെക്സിവിറ്റി ഓഫ് ദ നോർമൽ സ്പേസ് എൽ പി എന്ന് പറയുന്ന നോർമൽ സ്പേസിൻ്റെ റിഫ്ലെക്സീവ് കണ്ടീഷനാണ്, അല്ലെങ്കിൽ റിഫ്ലെക്സിവിറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഒരു നോർമൽ സ്പേസ് എക്സ് റിഫ്ലെക്സീവ് ആകണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് കാനോനിക്കൽ മാപ്പിംഗ് സി ഫ്രം എക്സ് ടു എക്സ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഓൺ ടു ആയിരിക്കണം. അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സി എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡാഷ് ആണെങ്കിൽ നമുക്ക് പറയാം ഈ നോർമൽ സ്പേസ് എക്സ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് സ്പേസ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എൽ പി എന്ന് പറയുന്ന നോർമൽ സ്പേസ് റിഫ്ലെക്സീവ് ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് വി കൺസിഡർ ദ കറസ്പോണ്ടിങ് കാനോനിക്കൽ മാപ്പിംഗ് സി ഫ്രം എൽ പി ടു എൽ പി ഡബിൾ ഡാഷ്, കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ഈ കാനോനിക്കൽ മാപ്പിംഗ് ഓൺ ടു ആണെങ്കിൽ നമുക്ക് പറയാം ഈ നോർമൽ സ്പേസ് എൽ പി എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് സ്പേസ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എൽ പി ഡബിൾ ഡാഷ്, സെക്കൻഡ് ഡ്യുവൽ സ്പേസ് ഓഫ് എൽ പി ഡബിൾ ഡാഷ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുക. എൽ പി ഡബിൾ ഡാഷ്. സോ എൽ പി ഡബിൾ ഡാഷിനെ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഈക്വൽ ടു എൽ പി ഡാഷ് ഡാഷ്. ഓക്കെ, ദാറ്റ് ഈസ് എൽ പി ഡബിൾ ഡാഷ് ഈസ് സെയിം ആസ് the dual of LP dash. Okay, so what is dual of LP? അല്ലെങ്കിൽ എൽ പി ഡാഷ് എന്താണ്? ഡ്യുവൽ സ്പേസ് ഓഫ് എൽ പി എന്തായിരുന്നു? ഡ്യുവൽ സ്പേസ് ഓഫ് എൽ പി എന്ന് പറയുന്നത് എൽ ക്യൂ ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഡ്യുവൽ സ്പേസ് ഓഫ് എൽ പി ഈസ് എൽ ക്യൂ. ഡ്യുവൽ സ്പേസ് ഓഫ് എൽ പി അല്ലെങ്കിൽ എൽ പി ഡാഷ് ഈസ് എൽ ക്യൂ. ഓക്കെ, സോ റീപ്ലേസ് ഹിയർ ഡ്യുവൽ സ്പേസ് ഓഫ് എൽ പി ഈസ് എൽ ക്യൂ. സോ റീപ്ലേസ് ഹിയർ, സോ we get that is equal to എൽ ക്യൂ ഡാഷ്. It is dual space of LQ. Okay, so replace LP dash by LQ, so we get LQ dash, that is dual space of LQ. And what is dual space of LQ? So dual space of LP is LQ, similarly dual space of LQ is LP. So we get dual space of LQ is LP. That is, we get the second dual space of LP is same as LP double dash is same as LP. So the canonical mapping become C from LP to LP. So canonical mapping is a mapping C from LP to LP. LP യിൽ നിന്നും LP യിലേക്ക് തന്നെയുള്ള സെയിം സ്പേസിലേക്ക് തന്നെയുള്ള കാനോനിക്കൽ മാപ്പിംഗ് ആണ്. സോ ക്ലിയർലി that mapping is an on-to mapping. Clearly this is an on-to mapping. Okay, that is the range of C is LP. So clearly that's an on-to mapping. So we can say that this normal space LP is a reflexive space. The normal space LP is reflexive. Clear ആണല്ലോ? Because the canonical mapping is on to this canonical mapping consider ചെയ്യുമ്പോൾ അത് എൽ പിയിൽ നിന്ന് എൽ പിയിലേക്ക് തന്നെയുള്ള സ്പേസിലേക്ക് തന്നെയുള്ള മാപ്പിംഗ് ആണ് നമുക്ക് കിട്ടും. കാരണം എൽ പി ഡബിൾ ഡാഷ് എൽ പി ആണെന്ന് തന്നെയാണ് നമുക്ക് കിട്ടുക. സോ ദിസ് മാപ്പിംഗ് ഈസ് an on to mapping. Therefore by definition we get the space normal space LP is reflexive. The normal space LP is reflexive. Clear ആണല്ലോ? Normal space LP is reflexive. ഇനി ഫൈനൈറ്റ് ഡയമെൻഷൻസ് നോർമൽ സ്പേസുകളെല്ലാം റിഫ്ലെക്സീവ് ആണ് നമ്മൾ കണ്ടതാണ്. ദാറ്റ് ഈസ് ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് സ്പേസിന് എക്സാമ്പിൾ ആണ്. പിന്നെ ദെൻ ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ ഫൈനൈറ്റ് ഡയമെൻഷൻ നോർമൽ സ്പേസുകളെല്ലാം റിഫ്ലെക്സീവ് ആണ് നമ്മൾ കണ്ടു. പിന്നെ നോൺ റിഫ്ലെക്സീവ് സ്പേസുകൾക്ക് എക്സാമ്പിളാണ് CAB, L1, L ഇൻഫിനിറ്റി എന്നൊക്കെ പറയുന്ന നോൺ റിഫ്ലെക്സീവ് സ്പേസുകളാണ്. CAB, L1, L ഇൻഫിനിറ്റി എന്നൊക്കെ പറയുന്ന നോൺ റിഫ്ലെക്സീവ് സ്പേസുകൾക്ക് എക്സാമ്പിളാണ്. LP റിഫ്ലെക്സീവ് സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടു. ഫൈനൈറ്റ് ഡയമെൻഷൻ നോർമൽ സ്പേസുകളാണ് റിഫ്ലെക്സീവ് ആണ്. സോ RN അതൊക്കെ റിഫ്ലെക്സീവ് സ്പേസുകളാണ്. ദെൻ നെക്സ്റ്റ് വി കൺസിഡർ അനദർ റിസൾട്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്, പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, റിസൾട്ടാണ്. എവരി ഹിൽബർട്ട് സ്പേസ് H ഈസ് റിഫ്ലെക്സീവ്. ദാറ്റ് ഈസ്, സപ്പോസ് H എന്ന് പറയുന്നൊരു ഹിൽബർട്ട് സ്പേസ് ആണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കും. ഹിൽബർട്ട് സ്പേസ് ആണെങ്കിൽ റിഫ്ലെക്സീവ് ആയിരിക്കും. ഹിൽബർട്ട് സ്പേസുകളെല്ലാം റിഫ്ലെക്സീവ് സ്പേസുകളാണ്.
നമുക്കറിയാം എച്ച് ഹിൽബർട്ട് സ്പേസ് ആണ്, എച്ച് ഇസ് എ ഹിൽബർട്ട് സ്പേസ്. ദെൻ എച്ച് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസ് റിഫ്ലെക്സീവ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ബൈ ഡെഫിനേഷൻ നമുക്ക് എന്ത് കിട്ടണം? കറസ്പോണ്ടിങ് കാനോനിക്കൽ മാപ്പിംഗ് സി ഫ്രം എച്ച് ടു എച്ച് ഡബിൾ ഡാഷ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ മാപ്പിംഗ് ഓൺ ടു ആയിരിക്കണം. അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻ ദിസ് മാപ്പിംഗ് വി കൺസിഡർ റേഞ്ച് ഓഫ് സി എന്ത് കിട്ടണം? എച്ച് ഡബിൾ ഡാഷ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് എ കണ്ടീഷൻ. ഹിൽബർട്ട് സ്പേസ് എച്ച് റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. കറസ്പോണ്ടിങ് കാനോനിക്കൽ മാപ്പിംഗ് സി ഫ്രം എച്ച് ടു എച്ച് ഡബിൾ ഡാഷ് ഈസ് അൻ ഓൺ ടു മാപ്പിംഗ് ആയിരിക്കണം. ദാറ്റ് ഈസ് റേഞ്ച് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? എച്ച് ഡബിൾ ഡാഷ് ആയിരിക്കണം. റേഞ്ച് ഓഫ് സി എന്ന് പറയുന്നത് എച്ച് ഡബിൾ ഡാഷ് ആയിരിക്കണം. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എവറി ഹിൽബർട്ട് സ്പേസ് ഈസ് റിഫ്ലെക്സിവ്. എവറി ഹിൽബർട്ട് സ്പേസ് എച്ച് ഈസ് റിഫ്ലെക്സിവ്. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ഈ മാപ്പിംഗ് സി ഫ്രം എച്ച് ടു എച്ച് ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ഈ മാപ്പിംഗ് ഓൺ ടു മാപ്പിംഗ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓൺ ടു മാപ്പിംഗ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് നോട്ട് എഴുതിയിരിക്കുന്നതിൽ ചില മിസ്റ്റേക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുക. വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഫോർ ഓൾ ജി ബിലോങ്സ് ടു ഓൺ ടു ആണെന്ന് കാണിക്കാം. ദാറ്റ് ഈസ് എച്ച് ഡബിൾ ഡാഷിൽ ഏതൊരു എലമെൻറ്റ് ജി എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കണം? എച്ചിലുണ്ടായിരിക്കണം. സച്ച് ദാറ്റ് ഈ എലമെൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കണം ജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൺനെസ് കണ്ടീഷൻ. ദാറ്റ് ഈസ് ഫോർ ഓൾ ജി ബിലോങ്സ് ടു എച്ച് ഡബിൾ ഡാഷ് there exists an x belongs to h such that നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? such that cx is equal to that g. ഇപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏത് ജി എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം എന്ന് കാണിക്കണം. ദാറ്റ്സ് ഓൾറെഡി കണ്ടീഷൻ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമ്മൾ next we consider an element f element of h dash. We consider an element f element of h dash. H dash എന്തായിരുന്നു? dual space of h. That is a collection of all set of all bounded linear functionals defined on h. അല്ലേ? set of all bounded linear functionals defined on h. അതാണ് h dash എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടാൽ നോർമൽ സ്പേസ് ആണ്, കംപ്ലീറ്റ് നോർമൽ സ്പേസ് ആണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. So we choose an element f belongs to h dash. That is, f is a bounded linear functional defined on h. F is a bounded linear functional defined on h. F is a bounded linear functional defined on h. Hello, defined on h. Okay, then നമ്മൾ റിസൾട്ട് പഠിക്കുന്നുണ്ട്. എവറി ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ ഓൺ എ ഹിൽബർട്ട് സ്പേസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് in terms of inner product. Reyes theorem പഠിച്ചു ഓർക്കുന്നുണ്ടല്ലോ. every bounded linear functional can be represented in terms of inner product. Okay, that's the Reyes theorem. Every bounded linear functional can be represented in terms of inner product. Every bounded linear function on a Hilbert space H can be represented in terms of inner product. ഇവിടെ f എന്ന് പറയുന്നത് ഒരു bounded linear function ആണ്, defined on the Hilbert space H. Okay, therefore we can using the Reyes theorem we can write f can be represented in terms of the inner product. That is, we can write f of x is equal to inner product some x z, inner product x z, where z is uniquely determined by f, and norm f is same as norm z. ഇത്രയും കാര്യങ്ങൾ നമുക്ക് റേസ് തിയറം വെച്ച് പറയാൻ പറ്റും. അതായത് എച്ച് ഡാഷിൽ ഏതൊരു ബൗണ്ടറി ലീനിയർ ഫംഗ്ഷനിൽ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് ഇസഡ് എവിടെ ഉണ്ടായിരിക്കും? ദാറ്റ് ഇസഡ് ബിലോങ്സ് ടു എച്ച്. For every f in h dash there exists a unique z in h such that we can write f of x is equal to inner product x comma z, and also norm f is same as norm z. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ റിയസ് തിയറത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഏതൊരു എച്ച് ഡാഷിൽ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ എക്സിസ്റ്റ് എ യുണീക്ക് ഇസഡ് ഇൻ എച്ച് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. സോ വി ക്യാൻ ഡിഫൈൻ എ മാപ്പിംഗ് ഫ്രം എച്ച് ഡാഷ് ടു എച്ച്. കാരണം എച്ച് ഡാഷിൽ ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എച്ചിൽ ഒരു എലമെൻറ്റ് പറയാൻ പറ്റും ഇസഡ് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. സോ വി ക്യാൻ ഡിഫൈൻ എ മാപ്പിംഗ് ഫ്രം എച്ച് ഡാഷ് ടു എച്ച്. ക്ലിയർ ആണല്ലോ? സോ ആ മാപ്പിങ്ങിനാണ് ഞാൻ ഏത് ഡിഫൈൻ ചെയ്യണം. സോ യൂസിങ് ദാറ്റ് തിയറം വി ക്യാൻ ഡിഫൈൻ എ മാപ്പിംഗ് എ ഫ്രം എച്ച് ഡാഷ് ടു എച്ച് ഡിഫൈൻഡ് ബൈ, എങ്ങനെ ഡിഫൈൻ ചെയ്യുക? എഫ് എച്ച് ഡാഷിൽ ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ബൗണ്ടറി ലീനിയർ ഫംഗ്ഷൻ എഫ് എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ആ റിയസ് തിയറം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദർ എക്സിസ്റ്റ് എ യുണീക്ക് ഇസഡ് ഇൻ എച്ച്. ഓക്കെ, so defined by AF is equal to Z. So it's a mapping. You can define a mapping A from H dash to H defined by AF is equal to Z. Clear ആണല്ലോ? Z എങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നുള്ള ക്ലിയർ ആണല്ലോ? Using the Riesz theorem. Okay, from the Riesz theorem. Okay, and also ഈ കണ്ടീഷൻ കൂടെ ഉണ്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് എന്നുള്ള കണ്ടീഷൻ. അതൊക്കെ നമുക്ക് റിയസ് തിയറത്തിൽ കിട്ടുന്നതാണ്. ആൻഡ് ഓൾസോ നോം എഫ് എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോം എഫും. അവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് നോം എഫും നോം ഇസഡും സെയിം ആണെന്നും കൂടെ നമുക്ക് ആ റിയസ് തിയറത്തിലും കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. നോം എഫ് ഈസ് സെയിം ആസ് നോം ഇസഡ് ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ റിയസ് തിയറത്തിലും കിട്ടുന്നതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നമ്മൾ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ മാപ്പിംഗ് ഒരു ബൈജക്റ്റീവ് മാപ്പിംഗ് ആണ്. ഇത് നോം സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. സോ നെക്സ്റ്റ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് മാപ്പിംഗ് എ ഈസ് എ ബൈജക്റ്റീവ് മാപ്പിംഗ്, ദാറ്റ് ഇസ് 1-1-on-2 മാപ്പിംഗ് വിച്ച് പ്രിസർവ്സ് ദ നോം സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? വിച്ച് പ്രിസർവ്സ് ദ നോം സ്ട്രക്ചർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബൈജക്റ്റീവ് ആണെന്നുള്ള കേസ് ക്ലിയർ ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഏത് എഫ് എടുത്തു കഴിഞ്ഞാലും we can find a unique z, that is from the Riesz theorem. From the Riesz theorem we get for all z belongs to H there exists a f belongs to S dash, there exists a f belongs to S dash. So that AF is equal to Z. So that AF is equal to Z. That from the Riesz theorem clearly it is onto. Clearly it is onto. From the Riesz theorem we get this mapping is an onto mapping. Okay, and 1-1 condition. We suppose to prove the 1-1 condition. Suppose AF1 equal to AF2. Suppose we consider AF1 equal to F2. We need to prove that F1 equal to F2. F1 equal to F2 to prove 1-1 condition. Okay, so F1 that is F1 belongs to H dash and F2 belongs to H dash. So by using the Riesz theorem, corresponding to F1 there exists an Z1 in H satisfying the condition F1 of X is equal to inner product X comma Z1 and norm F1 is same as norm Z1. Similarly, corresponding to F2 there exists an Z2 belongs to H satisfying the condition F2 of X is equal to inner product X comma Z2 and also norm F2 is same as norm Z2. Clear ആണല്ലോ? by the Riesz theorem, by using the Riesz theorem. And നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് we suppose AF1 equal to AF2, we need to prove that F1 equal to F2 to prove the 1-1 condition. Okay, so AF1 equal to AF2 implies, what is AF1? By definition AF1 is Z1, so we get Z1 equal to Z2. AF1 equal to AF2 implies Z1 equal to Z2. Okay, Z1 equal to Z2 implies inner product X comma Z1 is same as inner product X comma Z2. From Z1 equal to Z2, therefore inner product X Z1 is same as inner product X Z2. Okay, clear ആണല്ലോ? And what is inner product X Z1? That is our F1 of X. So that is our F1 of X, and this is our F2 of X. So we get F1 of X is same as F2 of X for all X element of H, and that implies F1 equal to F2, and this is true for all X element of H. So we get F1 equal to F2. So AF1 equal to AF2 implies F1 equal to F2. Therefore this mapping is a 1-1 mapping. A from H dash to H is a 1-1 mapping, and the ontoness condition is clear from the definition, clear from the Riesz theorem. Okay, so we get A is a 1-1-on-2 mapping. A is a 1-1-on-2 mapping from H dash to H. So A is a bijective mapping. Next we need to prove that A preserves the norm structure. Clear ആണല്ലോ? Okay, that is we consider norm AF. നമുക്ക് എന്ത് കാണിക്കണം? norm AF എന്ന് പറയുന്നത്, that is we need to prove that norm AF is equal to norm F അല്ലേ? norm structure preserve ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. So we need to prove that norm AF is same as norm F. So we consider norm AF. So what is norm AF? AF is same as Z, so we get that is norm Z.
And by the Bayes theorem, already we get norm Z is same as norm F. So we get that is same as norm F. So we get norm AF is same as norm F. Therefore, this mapping preserves the norm structure also. So this mapping is a 1-1 onto mapping which preserves the norm structure. Okay, clear ആണല്ലോ? Which preserves the norm structure. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് we need to prove that A is conjugate linear. This mapping A is conjugate linear. That is, we need to prove that we choose F1 belongs to H dash, F2 belongs to H dash, and alpha beta are scalars. So we need to prove that A of alpha F1 plus beta F2 is same as alpha conjugate AF1 plus beta conjugate AF2. നമുക്ക് conjugate linear ആണെന്നാണ് നെക്സ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. That is, we need to prove that A of alpha F1 plus beta F2 is same as alpha conjugate AF1 plus beta conjugate AF2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? നമ്മൾ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് നമുക്ക് കാണിക്കേണ്ടത് A of alpha F1 plus beta F2 എന്താണെന്നാണ് കാണിക്കേണ്ടത്. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ് A of alpha F1 plus beta F2 എന്താണെന്നാണ് കാണിക്കുന്നത്. നമ്മൾ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. A of F ഈക്വൽ ടു ഇസഡ് എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ എങ്ങനെയായിരുന്നു ആ എഫ് ഇസഡ് നമ്മൾ ഫോം ചെയ്തത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ്. ഏതൊരു ബൗണ്ടറി ലീനിയർ ഫംഗ്ഷനിലെയും എനിക്ക് ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് ഇസഡ് ഉണ്ട്. അപ്പോൾ അതാണ് എഫിൻ്റെ ഇമേജ്. അങ്ങനെയാണ് നമ്മൾ എഫ് ഈക്വൽ ടു ഇസഡ് നമ്മൾ ഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതിൻ്റെ ഇമേജാണ് വേണ്ടത്? ആൽഫ F1 പ്ലസ് ബീറ്റ F2വിൻ്റെ ഇമേജാണ്. സോ ആൽഫ F1 പ്ലസ് ബീറ്റ F2വിനെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ സം വെക്റ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം ആദ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇമേജ് ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആൽഫ F1 പ്ലസ് ബീറ്റ F2 നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം എന്താ വരിക. സോ ഫസ്റ്റ് വി കൺസിഡർ ആൽഫ F1 പ്ലസ് ബീറ്റ F2. So alpha F1 plus beta F2 of x. Alpha F1. So we consider alpha F1 plus beta F2 of x. എന്ത് വരും നോക്കാം. And that is equal to, ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? ഈ ഫംഗ്ഷനെ, ഈ ബൗണ്ടറി ലീനിയർ ഫംഗ്ഷനിലെ ആൽഫ F1 പ്ലസ് ബീറ്റ F2 എന്ന് പറയുന്ന ബൗണ്ടറി ലീനിയർ ഫംഗ്ഷനിലെ ഇന്നർ പ്രോഡക്റ്റിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ സം വെക്ടർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് എന്താണെന്നുള്ളത് പറയാൻ പറ്റും. Okay, so alpha F1 plus beta F2 is the same as alpha into F1 of x plus beta into F2 of x എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു F1 belongs to H dash. So F1 of x ഓൾറെഡി നമ്മൾ പറഞ്ഞ F1 of x എന്ന് പറയുന്നത് വരിക. F1 of x is same as inner product x comma z1 ആണ്. F2 of x is same as inner product x comma z2 ആണ്. So replace F1 F2. So we get alpha into inner product x comma z1 plus beta into inner product x comma z2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ആൽഫയെ നമുക്ക് ഇന്നർ പ്രോഡക്റ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം, സെക്കൻഡ് ഫാക്ടറിലേക്ക് കൊണ്ടുവരാം. സോ സെക്കൻഡ് ഫാക്ടറിലേക്ക് വരുമ്പോൾ ആൽഫ എങ്ങനെ മാറും? ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ആൽഫ കോഞ്ചുഗേറ്റ് z1 എന്നാവും. സിമിലർലി ബീറ്റയെ സെക്കൻഡ് ഫാക്ടറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ബീറ്റ കോഞ്ചുഗേറ്റ് z2 എന്നാവും. ക്ലിയർ ആണല്ലോ? Okay, that is equal to inner product x comma alpha conjugate z1 plus inner product x comma beta conjugate z2. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? We can write this is equal to inner product x comma alpha conjugate z1 plus beta conjugate z2. ശരിയാണല്ലോ? alpha conjugate z1 plus beta conjugate z2 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അതായത് നമുക്ക് എന്ത് കിട്ടി? ആൽഫ F1 plus beta F2 of x എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി? ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ സം വെക്റ്റർ ഫോമിൽ എഴുതാൻ പറ്റി. സോ ബൈ ഡെഫിനിഷൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇമേജ്? എ ഓഫ് ആൽഫ F1 പ്ലസ് ബീറ്റ F2 എന്തായിരിക്കും? ദാറ്റ് ഈസ് സെയിം ആസ്, അല്ലേ? നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് ഇസഡ് ഫോമിൽ എഴുതിയാൽ എ എഫ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? എ എഫ് എന്ന് പറയുന്നത് ഇസഡായിട്ട് ഡിഫൈൻ ചെയ്തു, അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? അല്ല, ഇങ്ങനെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും, എ എഫ് ഈക്വൽ ടു ഇസഡ്. ഇവിടെ അതേപോലെ തന്നെ ആൽഫ F1 പ്ലസ് ബീറ്റ F2 ഇമേജാണ് നമുക്ക് വേണ്ടത് അണ്ടർ എ. സോ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആൽഫ F1 പ്ലസ് ബീറ്റ F2 ഓഫ് എക്സിനെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ സം വെക്ടർ ഫോമിൽ എഴുതാൻ പറ്റണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ കിട്ടി ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ ആൽഫ കോഞ്ചുഗേറ്റ് z1 പ്ലസ് ബീറ്റ കോഞ്ചുഗേറ്റ് z2 ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബൈ ദിസ് കണ്ടീഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഓഫ് ആൽഫ F1 പ്ലസ് ബീറ്റ F2 എന്ന് പറയുന്നത് എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? അല്ലേ, ഇവിടെ ഇസിൻ്റെ പൊസിഷനിൽ കിടക്കുന്ന ഏതാണ്? ഇസിൻ്റെ പൊസിഷനിൽ കിടക്കുന്നത് ദാറ്റ് ഈസ് ആൽഫ കോഞ്ചുഗേറ്റ് z1 പ്ലസ് ബീറ്റ കോഞ്ചുഗേറ്റ് z2 ആണ്.
So we get A of alpha f1 plus beta f2 is same as alpha conjugate z1 plus beta conjugate z2, and that is equal to alpha conjugate z1. What is our z1? What is z1 എന്തായിരുന്നു? z1 is same as A f1, ശരിയാണല്ലോ. A f1 is our z1 plus beta conjugate z2 is A f2. A f2 is z2. Okay, so we get A of alpha f1 plus beta conjugate beta f2 is same as alpha conjugate A f1 plus beta conjugate A f2. Therefore A is conjugate linear. Therefore this mapping A is conjugate linear. Clear ആണല്ലോ, conjugate linear. Okay, therefore A is conjugate linear. Next we consider next we consider, we define, okay, H dash is Hilbert space. H dash complete ആണ്, നമുക്കറിയാം. H ഒരു ഡ്യുവൽ സ്പേസ് ഓഫ് എ നോർമൽ സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും കംപ്ലീറ്റ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ എച്ച് ഡാഷ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് നോർമൽ സ്പേസ് ആണ്, നമുക്കറിയാം. ഡ്യുവൽ സ്പേസ് കംപ്ലീറ്റ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ എച്ച് ഡാഷ് ഇസ് എ കംപ്ലീറ്റ് inner product space, complete inner product space. So that is H dash is Hilbert space. Then H dashil നമ്മളൊരു inner product define ചെയ്യണം. H dash is a complete inner product space and a Hilbert space with the inner product defined by H dashil ഒരു inner product define ചെയ്യുന്നത് ഇങ്ങനെയാണ്. H dashilാണ് inner product define ചെയ്യുന്നത്. H dashil ഒരു inner product define ചെയ്യുന്നത് ഇങ്ങനെയാണ്. We choose f1, f2 belongs to H dash, and then we define inner product f1, f2 is defined by inner product a f2, a f1. Clear ആണല്ലോ. So if we choose f1, f2 belongs to H dash, then f1, f2 എങ്ങനെ ഡിഫൈൻ ചെയ്യുക? We defined it as inner product a f2, തിരിച്ചാണ് തിരിച്ചിരിക്കുന്നത്, ഇന്നർ പ്രോഡക്റ്റ് എ എഫ് ടു എ എഫ് വൺ എന്നാണ് എടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഞാൻ ഇന്നർ പ്രോഡക്റ്റ് F1 F2 ഡിഫൈൻ ചെയ്തത്. സോ ദിസ് ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഓൺ H ഡാഷിൽ ഡ്യുവൽ സ്പേസിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഇന്നർ പ്രോഡക്റ്റ് ആണ്. F1 F2 ഈസ് ഡിഫൈൻഡ് ആസ് ഇന്നർ പ്രോഡക്റ്റ് F1 F2 ഈസ് ഡിഫൈൻഡ് ആസ് ഇന്നർ പ്രോഡക്റ്റ് എ എഫ് ടു എ എഫ് വൺ. ഓക്കെ, സോ എ എഫ് ടു എന്ന് പറയുന്നത് എടുത്ത എലമെൻ്റ് ആണ്. എ എഫ് ടു എന്ന് പറയുന്നത് എച്ചിലെ ഹിൽബർട്ട് സ്പേസ് എച്ചിലെ എലമെൻ്റ് ആണ്. എ എഫ് വൺ എന്ന് പറയുന്നത് എടുത്ത എലമെൻ്റ് ആണ്, ഹിൽബർട്ട് സ്പേസ് എച്ചിലെ എലമെൻ്റ് ആണ്. സോ clearly is an inner product defined on H. ഇത് ഹിൽബർട്ട് സ്പേസ് എച്ചിലെ ഇന്നർ പ്രോഡക്റ്റ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഹിൽബർട്ട് സ്പേസ് ഡിഫൈൻഡ് ഓൺ, സോ ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഓൺ H. ഓക്കെ, സോ ഇങ്ങനെയാണ് H ഡാഷിൽ ഡ്യുവൽ സ്പേസ് ഓഫ് എച്ചിൽ ഞാൻ ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഇന്നർ പ്രോഡക്റ്റ് F1 F2 എങ്ങനെ എടുക്കാം? വി ഡിഫൈൻഡ് ഇറ്റ് ആസ് ഇന്നർ പ്രോഡക്റ്റ് എ എഫ് ടു എ എഫ് വൺ. ക്ലിയർ ആണല്ലോ. ദാറ്റ്സ് എ ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഓൺ H ഡാഷ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇന്നർ പ്രോഡക്റ്റ് തന്നെയാണെന്ന് അറിയണം. ഈ രീതിയിൽ ഞാൻ ഡിഫൈൻ ചെയ്തത് ഇന്നർ പ്രോഡക്റ്റ് തന്നെയാണെന്ന് അറിയണം. സോ ഇന്നർ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കുറേ ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് വെരിഫൈ ചെയ്യുന്നത്. ഇന്നർ പ്രോഡക്റ്റ് ആണോ ഈ ഡിഫൈൻ ചെയ്ത് ഇന്നർ പ്രോഡക്റ്റ് തന്നെയാണെന്നാണ് വെരിഫൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി കൺസിഡർ ഇന്നർ പ്രോഡക്റ്റ് F1 പ്ലസ് F2, F3. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ H ഡാഷിൽ ഇന്നർ പ്രോഡക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇസ് ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഓൺ H ഡാഷ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എച്ചിലെ ഇന്നർ പ്രോഡക്റ്റ് ആണ്. H ഡാഷിലെ ഇന്നർ പ്രോഡക്റ്റിന് നമ്മൾ എച്ചിലെ ഇന്നർ പ്രോഡക്റ്റിൻ്റെ ടൈമിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. H ഡാഷിലെ ഇന്നർ പ്രോഡക്റ്റിന് എച്ചിൻ്റെ ഇന്നർ പ്രോഡക്റ്റിൻ്റെ ടൈമിലാണ് ഡിഫൈൻ ചെയ്തത്. സോ ദിസ് ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഓൺ H ഡാഷ് ആൻഡ് ദിസ് ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഓൺ H. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ സോ നമുക്ക് കാണിക്കുന്ന ഇന്നർ പ്രോഡക്റ്റ് F1 പ്ലസ് F2, F3 എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം? ഈ സെയിം ആസ് ഇന്നർ പ്രോഡക്റ്റ് F1 F3 പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് F2 F3 എന്ന് കാണിക്കണം അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് by this definition inner product F1 plus F2 of F3 എങ്ങനെ വരും? By this definition that is equal to inner product തിരിഞ്ഞു വരും, എന്ത് വരും? inner product A F3, A of F1 plus F2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? by this definition, and that is equal to inner product A F3, A of F1 plus A F2, that is equal to inner product A F3, A F1. കാരണം ഇത് ഹിൽബർട്ട് സ്പേസ് എച്ചിലെ ഇന്നർ പ്രോഡക്റ്റ് തന്നെയാണ്. സോ നമുക്കവിടെ ഇന്നർ പ്രോഡക്റ്റ് കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് A F3, A F1 പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് A F3, A F2 എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് A F3, A F1. ഇന്നർ പ്രോഡക്റ്റ് A F3, A F1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബിക്കോസ് ദാറ്റ് പ്രിസേർവ്സ് ദ
Okay, നമുക്ക് വേണ്ടത് that preserves the norm structure also, that preserves the inner product structure. Okay, so we need to prove that inner product AF1 AF2 is same as ഓക്കെ. നമുക്കവിടെ നോം സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നുള്ളത് നേരത്തെ കാണിച്ചു. അതോടൊപ്പം നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് സ്ട്രക്ചറൂടെ കാണിക്കണമായിരുന്നു. ഇന്നർ പ്രോഡക്റ്റ് AF1 AF2 ഈ സെയിം ആസ് ഇന്നർ പ്രോഡക്റ്റ് F1 F2. ഇതുകൊണ്ട് ഇതായിരുന്നു നമുക്ക് കാണിക്കണം പ്രധാനമായിട്ടും. ഞാനിവിടെ നോം സ്ട്രക്ചർ മാത്രമേ പ്രിസർവ് ചെയ്യുന്നുള്ളൂ കാണിച്ചിട്ടുള്ളായിരുന്നു. ഇന്നർ പ്രോഡക്റ്റ് AF1 F2 ഈ സെയിം ആസ് ഇന്നർ പ്രോഡക്റ്റ് F1 F2 എന്നുള്ളത് കാണിക്കണം. വാട്ട് ഈസ് ഇന്നർ പ്രോഡക്റ്റ് AF1 AF2? ഇന്നർ പ്രോഡക്റ്റ് AF1 AF2നെ അല്ലെങ്കിൽ നോം എക്സ് മൈനസ് വൈ ഈ സെയിം ആസ് റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് മൈനസ് വൈ റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് കോമ വൈ. സോ ഇന്നർ പ്രോഡക്റ്റ് AF1 AF2വിന് ഇത് രണ്ടും സെയിം ആണെന്ന് കാണിക്കുന്നതിന് പകരം നമുക്ക് എന്ത് കാണിച്ചാൽ മതി? നോം യൂസിങ് ദ റിലേറ്റിംഗ് ടു ദ നോം വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഇൻ നോം AF1 മൈനസ് AF2 എന്ന് പറയുന്നതും നോം F1 മൈനസ് F2 എന്ന് പറയുന്നതും സെയിം ആണെന്ന് കാണിച്ചാൽ മതിയല്ലോ. ഇത് കാണിച്ചാൽ മതിയല്ലോ. ഈ രണ്ട് ഇന്നർ പ്രോഡക്റ്റ് സെയിം ആണെന്ന് കാണിക്കുന്നതിന് പകരം വി നീഡ് ടു പ്രൂവ് ദാറ്റ് നോം AF1 മൈനസ് AF2 ഈ സെയിം ആസ് നോം F1 മൈനസ് F2 എന്ന് കാണിച്ചാൽ മതിയല്ലോ. ഓക്കെ, because norm x minus y is same as root of അല്ലെങ്കിൽ inner product x comma y is same as norm x minus y square. Okay, so we need to prove that norm AF1 minus AF2 is same as norm F1 minus F2. സോറി, ഞാൻ നേരത്തെ നോം സ്ട്രക്ചർ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾ അവിടെ ആ ഒരു കാര്യം നോമിന് ശേഷം ഈ ഒരു കാര്യം കൂടെ നിങ്ങളവിടെ വെരിഫൈ ചെയ്യണം. അതിൽ അവിടെ നോം പറയുന്നതോടൊപ്പം തന്നെ ഓക്കെ നോം എഫും സെയിം ആണെന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴെ തന്നെ ഈ ഒരു കണ്ടിയും കൂടെ ഇന്നർ പ്രോഡക്റ്റ് സ്ട്രക്ചറും കൂടെ പ്രിസർവ് ചെയ്യുന്നുള്ളത് നമുക്ക് കാണിക്കണം. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ കൂട്ടിച്ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. നോം AF1 മൈനസ് AF2 ഈ സെയിം ആസ് നോം F1 മൈനസ് F2 എന്ന് കിട്ടും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. നോം AF1 മൈനസ് AF2വിനെ എങ്ങനെ എഴുതാൻ പറ്റും? So we can write this is equal to norm A of F1 minus F2 എന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നോം AF എന്ന് പറയുന്നത് നോം എഫിനോട് സെയിം ആണ്. സോ നോം A of F1 മൈനസ് F2 എന്ന് പറയുന്നത് ഇതിനോട് സെയിം ആണെന്ന് കിട്ടും. വി ഗെറ്റ് ദാറ്റ് ഈസ് സെയിം ആസ് നോം F1 മൈനസ് F2. സോ വി ഗെറ്റ് ദിസ് പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ therefore this we get this condition also. Norm AF1 AF2 is same as inner product AF1 comma AF2 is same as inner product F1 F2. അപ്പോൾ നിങ്ങൾ നോം സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് കൂടെ തന്നെ ഇന്നർ പ്രോഡക്റ്റ് സ്ട്രക്ചറോട് പ്രിസർവ് ചെയ്യുന്നുണ്ടെന്നുള്ള ഈ ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞു പോവുക. ക്ലിയർ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടീഷൻ IP1 ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇന്നർ പ്രോഡക്റ്റ് AF3 AF1നെ ബൈ ദിസ് കണ്ടീഷൻ വി ക്യാൻ റൈറ്റ് ഇന്നർ പ്രോഡക്റ്റ് AF3 AF1നെ എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, സോറി അതിൽ ഈ ഒരു കണ്ടീഷൻ അവിടെ ആവശ്യം വന്നിരുന്നില്ല. AF3 AF1നെ നമുക്ക് ഡെഫിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ AF3 AF1നെ നമുക്ക് ഈ ഒരു ഡെഫിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ എഴുതാൻ പറ്റും? ഇന്നർ പ്രോഡക്റ്റ് AF3 AF1 ഈസ് സെയിം ആസ് ഇന്നർ പ്രോഡക്റ്റ് F1 F3 1 പ്ലസ് AF3 AF2 AF3 കോമ AF2 ഇന്നർ പ്രോഡക്റ്റ് AF3 കോമ AF2 ഈസ് സെയിം ആസ് ഇന്നർ പ്രോഡക്റ്റ് F2 കോമ F3 1 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾ ആ പറഞ്ഞ ഭാഗത്ത് ഇതിലൂടെ കൂട്ടിച്ചേർത്ത് പോകുക കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണിക്കേണ്ടത്. IP2. സോ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു, IP1 പ്രൂവ് ചെയ്തു. ഇന്നർ പ്രോഡക്റ്റ് F1 പ്ലസ് F2 കോമ F3 സെയിം ആസ് ഇന്നർ പ്രോഡക്റ്റ് F1 F3 പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് F2 F3 1. നെക്സ്റ്റ് we consider inner product alpha F1 comma F2 1, that is same as by this definition that is same as inner product alpha AF2 comma A of alpha F1, that is equal to AF2 comma A is conjugate linear, so A of alpha F1 become alpha conjugate into AF1, conjugate linear on A. So if we take alpha conjugate outside and that become alpha into alpha conjugate will, that is alpha into A of F2 comma AF1, inner product AF2 comma AF1, that is equal to alpha into inner product AF2 comma AF1. By the definition AF2 comma AF1 become inner product F1 comma F2, so alpha into inner product F1 comma F2 1. So we get inner product alpha F1 comma F2 is same as alpha into inner product F1 comma F2 1. Next, third condition, inner product F1 F2 is same as inner product F2 F1. Okay, for that we consider inner product F1 comma F2 1, and that is equal to inner product AF2 comma AF1, and that is equal to, since this is the inner product defined on Hilbert space, that is the inner product, so using the inner product condition we can write that is equal to inner product AF1 comma AF2 conjugate. Okay, and that is same as inner product AF1 comma AF2. By this definition inner product AF1 comma AF2 is same as inner product F2 F1, so replace that, so we get that is equal to inner product F2 F1 conjugate.
So inner product F1 F2 is same as inner product F2 F1 conjugate. IP4 inner product FF greater than or equal to 0 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. So inner product FF is same as inner product AF, and this is inner product AF is the inner product, so that's the inner product. So clearly that is greater than or equal to 0. So we get inner product FF greater than or equal to 0. Next, inner product FF equal IP4 inner product FF equal to 0 if and only if F equal to 0. We need to prove that. So inner product FF equal to 0 if and only if okay, inner product inner product AF comma AF equal to 0, and that is inner product defined on the Hilbert space, and that is equal to 0 if and only if AF equal to 0. So inner product AF equal to 0, that is if and only if F equal to 0. So we get inner product FF equal to 0 if and only if F equal to 0. So നമ്മുടെ 4 axioms സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. So clearly this is the inner product defined on H dash. Okay, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇനിയാണ് നമുക്ക് നമ്മുടെ ഓൺ ടു നെസ് കണ്ടീഷനിലേക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് ഓൺ ടു ആണ് നമുക്ക് ആദ്യം പറഞ്ഞ മാപ്പിംഗ് കാനോനിക്കൽ മാപ്പിംഗ് എച്ചിൽ നിന്ന് എച്ച് ഡബിൾ ഡാഷിലേക്കുള്ള ആ ഒരു കാനോനിക്കൽ മാപ്പിംഗ് ഓൺ ടു ആണെന്ന് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എച്ച് ഡബിൾ ഡാഷിൽ ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്യുകയാണ്. നമുക്ക് കാണിക്കേണ്ടത് എച്ചിൽ നിന്നും എച്ച് ഡബിൾ ഡാഷിലേക്കുള്ള ഈ കാനോനിക്കൽ മാപ്പിംഗ് ഓൺ ടു ആണെന്ന് കാണിക്കണം. സോ അതിനുവേണ്ടി ഞാനിവിടെ സെക്കൻഡ് സ്പേസിൽ ഒരു ആർബിട്രറി എലമെൻറ്റ് ജി ചൂസ് ചെയ്യുകയാണ്. ജി ബിലോങ്സ് ടു എച്ച് ഡബിൾ ഡാഷ് ബി ആൻ ആർബിട്രറി എലമെൻറ്റ്. സോ ജി എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് എച്ച് ഡബിൾ ഡാഷ് ആണ്. സോ ക്ലിയർലി ജി ഈസ് എ മാപ്പിംഗ് ഫ്രം എച്ച് ഡാഷ് ടു കെ ആണ്. ജി ഈസ് എ മാപ്പിംഗ് ഫ്രം എച്ച് ഡാഷ് ടു കെ. ദെൻ നമ്മൾ പഠിച്ചു എവറി ബൗണ്ടറി ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈൻഡ് ഓൺ എ ഹിൽബർട്ട് സ്പേസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ദി ഇന്നർ പ്രോഡക്റ്റ്. സോ ജി എന്ന് പറയുന്നത് ഒരു എച്ച് ഡാഷിൽ നിന്നുള്ള ഒരു മാപ്പിംഗ് ആണ്. സോ ക്ലിയർലി ജി ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈൻഡ് ഓൺ എച്ച് ഡാഷ്. ജി ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈൻഡ് ഓൺ ദ ഹിൽബർട്ട് സ്പേസ് എച്ച് ഡാഷ് ഹിൽബർട്ട് സ്പേസ് ആണെന്ന് കണ്ടു. സോ ജി ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈൻഡ് ഓൺ ദ ഹിൽബർട്ട് സ്പേസ് എച്ച് ഡാഷ്. സോ ജിക്കും നമുക്ക് ആ റിയസ് തിയറം അപ്ലൈ ചെയ്യാം ബിക്കോസ് ജി ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈൻഡ് ഓൺ ദ ഹിൽബർട്ട് സ്പേസ് എച്ച് ഡാഷ്. സോ യൂസിങ് ദ റിയസ് തിയറം ഫോർ ജി, സോ വി ക്യാൻ റൈറ്റ് ജി ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം, വി ക്യാൻ റൈറ്റ് ജി ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഡാഷ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ജി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം, ഇന്നർ പ്രോഡക്റ്റ് എഫ് കോമ എഫ് നോട്ട് എന്ന് പറയാം, വേർ എഫ് ബിലോങ്സ് ടു എച്ച് ഡാഷ്. ഓക്കെ, യൂസിങ് ദ റിയസ് തിയറം ഫോർ ജി we get g of f is equal to, we can write g of f is equal to inner product f comma f naught where f belongs to h dash and f naught is uniquely determined and f naught belongs to h dash and norm g is same as norm f naught. ഇത്രയും കാര്യങ്ങൾ നമുക്ക് റിയസ് തിയറം വെച്ച് പറയാം. ക്ലിയർ ആണല്ലോ. സോ വി ഗെറ്റ് g of f is equal to inner product f comma f naught, inner product f comma f naught. Okay, and that is same as inner product by this definition, that is same as inner product af naught comma af by this definition, that is same as inner product af naught comma af. Okay, so this is the inner product defined on, this is the inner product defined on എവിടെ വരിക, f എന്ന് പറയുന്നതും എച്ച് ഡാഷിൽ എലമെൻ്റ് ആണ്, എഫ് നോട്ട് എന്ന് പറയുന്നതും എച്ച് ഡാഷിൽ എലമെൻ്റ് ആണ്. സോ ദിസ് ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ഓൺ എച്ച് ഡാഷ്. എച്ച് ഡാഷ് നമ്മൾ ഡിഫൈൻ ഇന്നർ പ്രോഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തത്, ഇങ്ങനെയാണ് അല്ലേ. സോ വി ഗെറ്റ് ദാറ്റ് ഈസ് സെയിം ആസ് ഇന്നർ പ്രോഡക്റ്റ് എഫ് നോട്ട് കോമ എഫ് എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ we get g of f is equal to inner product a f naught comma a f എന്ന് കിട്ടി. Okay, now we writing a f naught equal to x. അവിടെ a f നോട്ടിനെ x എന്ന് റീറൈറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ a f എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് കിട്ടിയിരുന്ന a f എന്ന് പറയുന്ന z ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ് a f is or z. So we get that is equal to inner product x z എന്ന് കിട്ടും, inner product x comma z എന്ന് കിട്ടും. Okay, inner product x comma z എന്നാവും. So that is same as inner product x comma z എന്ന് പറയുന്നത് തന്നെയാണ്, that is our f of x അല്ലേ. by the race theorem that is our f of x, that is our f of x. Okay, so we get g of f is equal to എന്ത് കിട്ടി, so we get g of f is equal to f of x എന്ന് കിട്ടി. g of f is equal to f of x. Okay, that is g of f equal to f of x. what is g നമുക്ക് ലാസ്റ്റ് ഇതാണ് കിട്ടിയത്, g of f equal to f of x എന്ന് കിട്ടി അല്ലേ. ശരിക്കും ഇതെന്തായിരുന്നു, ദാറ്റ് ഈസ് ബൈ ദ ഡെഫിനേഷൻ വി ഗെറ്റ് സി എക്സ് ഈസ് ഈക്വൽ ടു ജി അല്ലേ. ഇങ്ങനെ എല്ലാവരും നമ്മൾ കാനോനിക്കൽ മാപ്പിംഗ് ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു, വി ഡിഫൈൻ കാനോനിക്കൽ മാപ്പിംഗ് ഡിഫൈൻഡ് ആസ് ജി എക്സ് ഓഫ് എഫ്. നമ്മളവിടെ എക്സ് ഒരു സഫിക്സ് കൂടെ പറയുന്നുണ്ട്, ജി എക്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അല്ലേ
ജി എക്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇങ്ങനെയല്ലായിരുന്നു കാനോറിക്കൽ മാപ്പിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്തു. നിങ്ങൾ ആദ്യം നമ്മൾ കാനോറിക്കൽ മാപ്പിംഗ് ഡിഫൈൻ ചെയ്ത ഒരു കേസ് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ജി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. G of f is equal to f of x. So that is for x we get a g, we get a mapping G satisfying this condition. For a fixed x we get a G satisfying this condition. So that x maps to G under C. That is Cx is equal to, by the definition of canonical mapping, by the definition of canonical mapping we get Cx is equal to G. Cx is equal to, we get Cx is equal to G. സംശയമുള്ള ആ ഒരു ഭാഗം ഒന്നുകൂടെ കാനോറിക്കൽ മാപ്പിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്ത ആ ഒരു ഭാഗം ഒന്നുകൂടെ എടുത്ത് നോക്കുക. That is for all x element of h. Okay, so we get Cx is equal to G. That is നമുക്ക് വേണ്ടതായിരുന്നു, നമ്മൾ എച്ച് ഡബിൾ ഡാഷിൽ ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്തു, അതിനൊരു പ്രീ ഇമേജ് നമുക്ക് കിട്ടി, എച്ചിൽ നമുക്കൊരു പ്രീ ഇമേജ് കിട്ടി, ദാറ്റ് ഇസ് എക്സ്. സോ for all g belongs to h double dash, for all g belongs to h double dash, there exists an x belongs to h such that Cx is equal to G. Therefore this mapping C from h to h double dash, therefore this mapping C from h to h double dash is an onto mapping. So we get h is reflexive, h is reflexive. Clear ആണല്ലോ? That mapping is onto, therefore h is reflexive. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഈ നോട്ടിൽ കുറച്ച് ഭാഗങ്ങളിൽ ചില കംപ്ലീഷൻ കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ ആ നോട്ട് കംപ്ലീറ്റ് ആക്കി പ്രിപ്പയർ ചെയ്യുക, ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക ഏതെങ്കിലും ഭാഗങ്ങൾ. ഓക്കെ.